ഗൈസ് വെൽക്കം ബാക്ക്. സോ ഇന്ന് കറക്റ്റായിട്ടൊരു ബേർണറി കാർഡ് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ കണ്ട പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ സംഭവം കത്തും. സോ ഇതിന് വേണ്ടി മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ. മെയിൻ ആയിട്ട് കുറച്ച് കട്ടിയുള്ള ഒരു A4 സൈസിലുള്ള പേപ്പർ വേണം. സോ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഐവറി ഷീറ്റ് ആണ്. അല്ലെങ്കിൽ കുറച്ച് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് കളർ പേപ്പർ യൂസ് ചെയ്യാം, കുറച്ച് കട്ടിയുള്ളതാക്കിയാൽ മതി. കുറച്ച് മുമ്പേ ഞാൻ ഈ സാധനം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ ഞാൻ ബ്രൗൺ പേപ്പർ എനിക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലങ്ങനെ യൂസ് ചെയ്തുകൊണ്ട് ഇപ്പം ഞാൻ വൈറ്റ് ആക്കുന്നുള്ളൂ. ഐവറി ഷീറ്റ്, സ്കെയിൽ, പെൻസിൽ, ടിഷ്യൂ പേപ്പർ, നൈഫ്, ടിഷ്യൂ ടാപ്പ്, ഗ്ലൂ, മാച്ച് സ്റ്റിക്, പിന്നെ വാഷി ടാപ്പ് ഉണ്ടെങ്കിൽ അതും. ഇത്രയും സാധനങ്ങളാണ് മെയിൻ ആയിട്ട് വേണ്ടത്. പിന്നെ ആ പിങ്ക് പേപ്പർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് മെഷർമെന്റ്. അത് നല്ല പെർഫെക്റ്റ് ആയാലാണ് സംഭവം റെഡി ആവുക. സോ ഫസ്റ്റ് തന്നെ ഇതിന്റെ 21 സെന്റിമീറ്റർ ഉള്ള ഒരു ഭാഗത്ത് രണ്ട് സൈഡിലും 2 സെന്റിമീറ്റേഴ്സ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 1 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ 17, പിന്നെ 1 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ. അതുപോലെ തന്നെ അടിയിലും ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി അടുത്തത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് തുടങ്ങുകയാണ് വേണ്ടത്. ആദ്യം തന്നെ 3.5 സെന്റിമീറ്റർ ഇതേപോലെ രണ്ട് സൈഡിലും മാർക്ക് ചെയ്യുക. എന്നിട്ട് അത് ജോയിൻ ചെയ്തിട്ട് ഇതേപോലെ വരച്ചെടുക്കുക. പിന്നെ ഒരു സെന്റിമീറ്റർ കൂടി മാർക്ക് ചെയ്തിട്ട് അതേപോലെ വരയ്ക്കുക. അതിനുശേഷം 12 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് അത് വരയ്ക്കുക. പിന്നെയും 1 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക, അതും വരയ്ക്കുക. പിന്നെയും 12 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക, അതും വരയ്ക്കുക. അടിയിൽ 12 സെന്റിമീറ്റർ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പോർഷൻ ബാക്കി ഉണ്ടാവും. അത് നമ്മൾ അവസാനം കട്ട് ചെയ്യും. ഈ സ്കെയിലിന്റെ വിഡ്ത്ത് മെഷർ ചെയ്ത സമയത്ത് 2.5 സെന്റിമീറ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ആ ഒരു ബോക്സിന്റെ ഉള്ളിൽ വേറൊരു ബോക്സ് വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സാധനം കറക്റ്റായിട്ട് അങ്ങനെ വെച്ചെടുത്തിട്ടാണ് വരച്ചിട്ടുള്ളത്. അങ്ങനെ വരച്ച് കഴിയുമ്പോൾ അതിൻ്റെ നടുവിൽ ഇതേപോലെ ഒരു ബോക്സ് ആണ്. പിന്നെ അതിൻ്റെ 4 സൈഡ്സിലും ഇതേപോലെ ഒരു ചെറിയ ലൈനും കൂടെ വരച്ചെടുക്കാനുണ്ട്. ഇത്രയും നേരം ഞാൻ ചെയ്ത സംഭവമാണിത്. ഞാൻ ഇത് ChatGPT പറഞ്ഞിട്ട് ഉണ്ടാക്കി വെച്ചാണ്. സോ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് ഇത് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടും. ഈ ഒരു സെൻറ്ററിലുള്ള ഈ ഒരു റെക്ടാങ്കിൾ ഇനി കട്ട് ചെയ്തെടുക്കണം. ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രിസിഷൻ നൈഫാണ് യൂസ് ചെയ്തത്. ഇനി പെൻ നൈഫ് എന്നൊക്കെ പറയലുണ്ടേന്. സോ അതില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അതിന് പകരം പേപ്പർ കട്ടിംഗ് നൈഫ് യൂസ് ചെയ്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേനോ കുറച്ച് പോർഷൻ അടിയിൽ ബാക്കി ഉണ്ടാവുന്നു. അത് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ സൈഡിൽ കുറച്ച് കട്ട് ചെയ്യാണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ കറക്റ്റായിട്ട് നോക്കി കട്ട് ചെയ്താൽ മതി.
ഇനി ഇത് മടക്കി കൊടുക്കുന്ന സമയത്ത് നല്ല കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഡിവൈഡർ. എൻ്റെ കയ്യിലുള്ള ഡിവൈഡർ ഇതേപോലെയാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര സിമ്പിളാണ്. ആ സാധനം എടുത്ത് ഊരി കഴിഞ്ഞാൽ ഇത് മാത്രമായിട്ട് കിട്ടും. ഇനി അത് വെച്ചിട്ട് ഓരോ ലൈൻസിലും ഇതേപോലെ വരച്ചെടുക്കുക. അപ്പോൾ അത് മടക്കി കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഞാനിത് കട്ട് ചെയ്ത സമയത്ത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. ഇതിങ്ങനെ ഇങ്ങോട്ടാണ് വരുന്നത്. ശരിക്കും ഇതിങ്ങനെയല്ല വേണ്ടത്. അതിന് പകരം ഇതേപോലെ കട്ട് ചെയ്യാണ് വേണ്ടത്. ഒരു സൈഡ് മാത്രം ജസ്റ്റ് അങ്ങനെ ആയതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ലേനു. ഇനി ആ ടിഷ്യൂ പേപ്പർ ഇതേപോലെ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ആവുന്ന രീതിക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ആ ഫ്രെയിം പോലുള്ള ആ ഭാഗത്ത് ടിഷ്യൂ ടാപ്പ് ഒട്ടിക്കുകയാണ് വേണ്ടത്. എൻ്റെ കയ്യിലത് ഭയങ്കര തിക്കാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊന്ന് വെട്ടി കൊടുക്കും. സോ അതുകൊണ്ട് തന്നെ കുറച്ച് തിന്നായിട്ടുള്ള ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്താൽ ഇത് ഒട്ടിക്കുന്ന സമയത്ത് നല്ല കറക്റ്റായിട്ട് ആ സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കത്തിക്കുന്ന സമയത്ത് കൊളാവാൻ ചാൻസ് ഉണ്ട്. ഇനി ആ ടിഷ്യൂ പേപ്പർ ഇതേപോലെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നല്ല വൃത്തിയിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഇനി അത് കൈ വെച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് പ്രസ് ഒക്കെ ചെയ്ത് ഒന്ന് നല്ലോണം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ഇങ്ങനെ റെഡി ആക്കിയാലേ ഉള്ളൂ ഫൈനൽ റിസൾട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. പിന്നെ എക്സസ് ആയിട്ടുള്ള ആ ഭാഗം ഞാൻ ഫസ്റ്റ് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയും പിന്നെ കൈ വെച്ച് ഇങ്ങനെ ആക്കിയപ്പോൾ തന്നെ നല്ല വൃത്തി പോകുന്നു. അപ്പം ഞാൻ അങ്ങനെ ആക്കി. ഇനി ഈ ഒരു ഭാഗത്തയച്ച് നമുക്ക് പിക്ചേഴ്സ് വരച്ചു കൊടുക്കണം. പിക്ചേഴ്സ് വരയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോട്ടോസ് വെക്കുക. വരയ്ക്കുന്ന സമയത്ത് അത് നല്ല കറക്റ്റ് സെൻറ്റർ പോർഷനിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഡിവൈഡർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാനൊന്നും പറ്റില്ല, ജസ്റ്റ് ഞാനൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് എനിക്കൊന്ന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി. അപ്പം ഞാൻ ജസ്റ്റ് ചെറിയൊരു ഡൂഡിൽ വരച്ചു തന്നിട്ട് അതിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതാണ്. അപ്പം ഞാൻ ഫസ്റ്റ് പെൻസിൽ വെച്ചിട്ട് എഴുതി, പിന്നെ ഇതേപോലെ ഒരു മാർക്കർ ഒരു പെന്നൊക്കെ വെച്ചിട്ട് എഴുതി. ഇനി അതിന് ശേഷം ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ഒരു മാച്ച് സ്റ്റിക്ക് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഈ ഒരു പോർഷൻ എടുത്ത് കട്ട് ചെയ്തിട്ട് വെച്ചെടുക്കുക. പിന്നെ ഒരു സ്റ്റിക്കും വാഷി ടാപ്പ് വെച്ചിട്ട് അങ്ങനെ ഒട്ടിച്ചെടുക്കണം. ഇനി ഫൈനലായിട്ട് ഇത് മൊത്തത്തിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇതിൽ കാണുന്ന പോലെ കറക്റ്റ് ആ സ്ഥലത്ത് മാത്രം ഗ്ലൂ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഫസ്റ്റിലൊരു പിങ്ക് കളർ പേപ്പർ യൂസ് ചെയ്തില്ലേനോ, അത് ഇതിന് വേണ്ടിയിട്ടേനും. ജസ്റ്റ് ഇത് ഓപ്ഷണലാണ്, ജസ്റ്റ് ഒരു രസത്തിന് വേണ്ടി വെച്ചെന്നുള്ളൂ. അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഇതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത് കുറച്ച് എനിക്ക് ഭയങ്കര പ്ലെയിൻ ആയിട്ട് തോന്നി. കാരണം വൈറ്റ് ആണല്ലോ ഫുള്ള്. സോ വെറുതെ ഞാൻ 2 സ്റ്റിക്കേഴ്സ് അവിടെയും ഇവിടെ ഒട്ടിച്ചെടുത്തു. സോ അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഇങ്ങനെയാണ് ഇത് കാണാനുണ്ടാവുക. ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ 2 ഉണ്ടാക്കുന്നതായിരിക്കും ബെറ്റർ. പ്രത്യേകിച്ച് ഫസ്റ്റ് ടൈം ആയിട്ട് ഉണ്ടാക്കുമ്പം ഇതിങ്ങനെ കത്തിച്ച് വെക്കാൻ ഭയങ്കര ഒരു ഇതായിരിക്കും. ഇത് ലാസ്റ്റ് ആയിട്ട് ഇങ്ങനെ കത്തി വരുന്നത് കാണാൻ നല്ല രസമാണ്. ആൻഡ് ഈ വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള സംഭവം കിട്ടും.